ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയായി കയറിയ അഭിഷേക് ജയ്ദീപിനെതിരെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കൊറിയൻ മല്ലു എന്നറിയപ്പെടുന്ന ഡോക്ടർ സനോജ് റെജിനോൾഡ്. മുൻപ് അഭിഷേക് ജയ്ദീപ് റെജിനോൾഡിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടാണ് അഭിഷേകിനെതിരായ സിനോജിന്റെ പ്രതികരണം. തന്റെ 4 വയസ്സുള്ള കുഞ്ഞിനെക്കുറിച്ച് വരെ മോശമായി അഭിഷേക് പ്രതികരിച്ചെന്നും അഭിഷേകിനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് എന്ത് മെസ്സേജാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും റെജിനോൾഡ് ഇൻസ്റ്റഗ്രാമിൽ കുറിക്കുന്നുണ്ട്. റെജിനോൾഡിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇവനെയൊക്കെ ആരാണ് മിസ്റ്റർ ഗെ പട്ടം കൊടുത്തത്? ഏത് സംഘടനയാണെങ്കിലും അവരിത് കാണണം. വെറും 4 വയസ്സുള്ള തന്റെ എല്ലാമായ ജീവിക്കുന്നത് തന്നെ ഈ കുഞ്ഞു മകന് വേണ്ടിയാണ്. ഈ കുഞ്ഞിനെയൊക്കെ എത്ര വൃത്തികെട്ട രീതിയിൽ, ഒരച്ഛൻ എന്ന രീതിയിൽ ഒരാൾ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അറപ്പുളവാക്കുന്ന വാക്കുകളാണ് പറയുന്നത്. ആലോചിച്ചു നോക്കൂ, എന്ത് തരം മാനസിക നിലയായിരിക്കണം ഇവനൊക്കെ. 4 വയസ്സുള്ള ഒരു കുട്ടിയെക്കുറിച്ച് ഒരാൾക്ക് എങ്ങനെ ഈ അഹങ്കാരത്തോട് ചിന്തിക്കാനും സംസാരിക്കാനും കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. വളരെ വിഷമത്തോടു കൂടിയാണ് ഇത് പങ്കിടുന്നത്. ഇതൊക്കെ ഇവനെ പോലെയുള്ളവരുടെ മാനസിക വൈകൃതങ്ങൾ എത്ര ക്രൂരമാണെന്നാണ് കാണിക്കുന്നത്. കൂടെ ദൂരെ ജോലി ചെയ്യുന്ന ഭാര്യയെയും എത്ര വൃത്തികെട്ട രീതിയിലാണ് ഇവൻ പറയുന്നത്. ഇവനെ പോലെയുള്ള മഴവിൽ ആളുകൾക്ക് കുറെ നിർബന്ധങ്ങളുണ്ട്. അതിൽ ഫിറ്റ് ആയില്ലെങ്കിൽ അവരുടെ മാനസിക വൈകൃതങ്ങൾ ആൾക്കാരിൽ അടിച്ചേൽപ്പിക്കുന്ന തരം പ്രത്യേക നയങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല. ആണൊരുത്തനെ കുറച്ച് ഫെമിനിൻ ആയാൽ ഒന്നുകിൽ അവൻ ഗേ, ബൈ ഓർ ട്രാൻസ് ആയേ മതിയാകൂ എന്നൊരു നിർബന്ധങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗം. ഇത്രയും പ്രായമുള്ള തന്നെയൊക്കെ ഇങ്ങനെ പബ്ലിക്കലി വന്ന് പറയാമെങ്കിൽ കുഞ്ഞു മക്കളോടൊക്കെ എന്ത് തരം ചിന്താഗതിയാകുമെന്നും റെജിനോൾഡ് ചോദിക്കുന്നുണ്ട്. ഇവനൊക്കെ ബിഗ് ബോസിൽ എന്ത് മെസ്സേജാണ് നൽകാൻ പോകുന്നത്? ഈ വൃത്തികെട്ടവനെയും ഇവന്മാരെ പോലെയുള്ളവരെയും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ ഏഷ്യനെറ്റോട് പറയാനുള്ളത്, നിങ്ങളുടെ ബിഗ് ബോസ് ഷോയിൽ നിലവാരമുള്ള മത്സരാർത്ഥികളെ പങ്കെടുപ്പിക്കൂ എന്നാണ്. ഇങ്ങനെയായിരുന്നു കൊറിയൻ മല്ലുവിന്റെ ഇൻസ്റ്റഗ്രാം കുറിപ്പ്. നോ മോർ സപ്പോർട്ട് LGBT എന്ന ഹാഷ്ടാഗോടെയാണ് സനോജിന്റെ പോസ്റ്റ്. ടിക്ടോക്കിൽ കൊറിയൻ മല്ലു എന്ന പേരിൽ അറിയപ്പെടുന്ന സനോജ് ശരിക്കും കൊറിയയിൽ സയന്റിസ്റ്റ് ആണ്. 2013 മുതൽ സൗത്ത് കൊറിയയിൽ സയന്റിസ്റ്റായി ജോലി നോക്കുകയാണ്. ഭാര്യയും മകനുമാണ് സനോജിനൊപ്പമുള്ളത്. കൊറിയൻ മല്ലുവിന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേരാണ് കൊറിയൻ മല്ലുവിനെ അനുകൂലിച്ചുകൊണ്ട് എത്തുന്നത്. അതേസമയം 19 മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരംഭിച്ചത്. അവരിൽ ഇതുവരെ രതീഷ് കുമാർ, അസീറുക്കി, നിഷാന, സുരേഷ് കുമാർ, യമുന എന്നിങ്ങനെ 5 പേർ പുറത്തായി. സിജോ ചികിത്സയുടെ ഭാഗമായി വിശ്രമത്തിലുമാണ്. സിജോ ഇനി മടങ്ങി വരുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തതയുമില്ല. ഈ സാഹചര്യത്തിലാണ് 6 മത്സരാർത്ഥികൾ ഹൗസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയായി കയറിയത്. അഭിഷേക് ശ്രീകുമാർ, നന്ദന, അഭിഷേക് ജയ്ദീപ്, യൂട്യൂബർ സായി കൃഷ്ണ, അവതാരകയായ പൂജ, DJ സിബിൻ തുടങ്ങിയവരാണ് ഹൗസിലേക്ക് എത്തിയ വൈൽഡ് കാർഡുകൾ. അഭിഷേക് ജയ്ദീപ് മോഡലും മിസ്റ്റർ ഗെ വേൾഡ് ഇന്ത്യ 2023 റണ്ണറപ്പുമാണ്. തൃശൂർ സ്വദേശിയായ അഭിഷേക് 3 വർഷമായി പൂനെയിലാണ് താമസിക്കുന്നത്. ജോലിക്കൊപ്പം മോഡലിംഗും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലേറെ സജീവമായ അഭിഷേക് ഒരു ഗേ ആണ്. തന്റെ ജെൻഡർ ഐഡന്റിറ്റിയെ കുറിച്ച് അച്ഛന് ഇതുവരെ അറിയില്ല എന്നും അഭിഷേക് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ബിഗ് ബോസിലൂടെ അത് പ്രഖ്യാപിക്കുമ്പോൾ അച്ഛൻ അത് സ്വീകരിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും അഭിഷേക് പറയുന്നു. നന്നായി സംസാരിക്കാനും പെരുമാറാനുമുള്ള കഴിവ് കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമെന്നാണ് ബിഗ് ബോസ് തന്നെ അഭിഷേകിനെ വിശേഷിപ്പിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.